കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ എത്രയേറെ വലിയ ദുരന്തങ്ങളെയാണ് ഈ ഗവൺമെന്റ് നേരിടേണ്ടി വന്നത്. ഒരു ജനാധിപത്യ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് ഭരണഘടനയുള്ള ഒരു നാട്ടിൽ ഒരു ഭരണകൂടവും നടത്താത്തതുപോലെ കേരളത്തിലെ ഗവൺമെന്റിനെ 3 വിധത്തിൽ ആക്രമിക്കാൻ എത്രയേറെ വലിയ പരിശ്രമങ്ങളാണ് കേരളത്തിൽ നടന്നു വന്നത്. കേരളത്തിന്റെ തലയ്ക്കുമീതെ കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഫെഡറലിസത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിനെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ നടത്തിയ ദീർഘമായ പരിശ്രമങ്ങൾ ഈ കേരളം കണ്ടു. ഒരു നാട്ടിൽ ശക്തമായിട്ടുള്ള കേന്ദ്രവും ഭദ്രമായ സംസ്ഥാനങ്ങളുമെന്ന ഫെഡറലിസത്തിന്റെ ആശയങ്ങളെ പൂർണ്ണമായി തല്ലി തകർത്ത് 3 വിധത്തിൽ കേരളത്തിന്റെ ഭരണകൂടത്തിനു നേരെയുള്ള ആക്രമണങ്ങൾ ഒരു ഗവൺമെന്റ് തന്നെ നടത്തുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി കേന്ദ്രത്തിന്റെ റവന്യൂ വരുമാനത്തിൽ നിന്ന് കേരളത്തിന് കിട്ടേണ്ട വിഹിതം പോലും ഇല്ലായ്മ ചെയ്തുകൊണ്ട് 1,77,000 കോടി രൂപ എന്ന കേരളത്തിന്റെ അർഹമായിട്ടുള്ള വിഹിതം പോലും തരാതെ, വിവിധങ്ങളായ പദ്ധതികളിലൂടെ കേന്ദ്രം തരേണ്ട പണം നൽകാതെ കേരളത്തിന്റെ സാമൂഹിക ക്ഷേമ പദ്ധതികളെ കഴുത്തു പിടിച്ചു ഞെരിക്കാൻ ശ്രമിച്ചതു മുതൽ അവസാനം നടന്ന ചൂരൽമലയിലെ ദുരന്തത്തിൽ ഈ കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റാണെന്ന ഒറ്റ കാരണത്താൽ ചൂരൽമലയിൽ ദുരന്തം അനുഭവിക്കുന്ന മനുഷ്യരെ സഹായിക്കാൻ 1 രൂപ പോലും തരാത്ത വിധത്തിൽ കേരളത്തെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ നടത്തിയ ശ്രമം ഈ കേരളം കണ്ടു. മറ്റു പലയിടത്തും ചെലവാകുന്നത് പോലെ ചെലവാകുമെന്നു കരുതി 9 വർഷക്കാലം കേന്ദ്ര ഗവൺമെന്റിന്റെ അന്വേഷണ ഏജൻസികൾ, അത് CBI ആകട്ടെ, ED ആകട്ടെ, ഇൻകം ടാക്സ് ആകട്ടെ, 9 വർഷക്കാലം ഈ കേരളത്തിന്റെ മണ്ണിൽ അഴിഞ്ഞാട്ടി എന്തെല്ലാം പരിശ്രമങ്ങൾ ഈ കേരളത്തിൽ നടത്തി. 10ാം വർഷത്തിലേക്ക് കിടക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗമായി അഭിമാനത്തോടെ പറയട്ടെ, 9 കൊല്ലം കേന്ദ്ര ഏജൻസികൾ എല്ലാ വിധത്തിൽ കുഴിച്ചു പരീക്ഷിച്ചിട്ടും മുഖ്യമന്ത്രി മുതൽ ഈ മന്ത്രിസഭയിലെ ഒരാളെപ്പോലും തൊടാൻ കേന്ദ്ര ഏജൻസികൾക്കായില്ല എന്നുള്ളത് ഈ ഗവൺമെന്റിലെ മന്ത്രിമാർ പുലർത്തുന്ന വിശുദ്ധതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി നമുക്ക് അവതരിപ്പിക്കാനാകും. അവസാനം കേരളം മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ ഭരണഘടന കൊടുക്കുന്ന കേവലാധികാരത്തിന്റെ പുറത്ത് സംസ്ഥാനങ്ങളുടെ മേധാവികളായി പ്രവർത്തിക്കേണ്ട ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് വിശുദ്ധമായിട്ടുള്ള സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളെ അട്ടിമറിച്ച് കേരളമടക്കം തങ്ങളുടെ രാഷ്ട്രീയ ഇംഗിതത്തിന് വഴങ്ങാത്ത സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റികളുടെ ഭരണസമിതികളെ പിടിച്ചെടുക്കാൻ ശ്രമിച്ച് ഗവർണർമാരെ പോലും സംസ്ഥാന ഭരണകൂടങ്ങൾക്കെതിരെ തിരിക്കാനുള്ള രാഷ്ട്രീയ ആയുധമായി പ്രയോഗിക്കാൻ ഉൾപ്പെടെയുള്ള പരിശ്രമങ്ങൾ നടന്ന നാടായി ഈ കേരളം മാറിയില്ലേ? പക്ഷേ അഭിമാനത്തോടെ പറയാൻ കഴിയും, ഈ വിധത്തിലുള്ള എല്ലാ പരിശ്രമങ്ങളും കേരളത്തിന്റെ തലയ്ക്കുമീതെ നടത്തിയിട്ടും പ്രകടന പത്രികയിലൂടെ ഒരു മുന്നണി കേരളത്തിന്റെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച ഒരു നടപടി പോലും ഇല്ലായ്മ ചെയ്യാൻ കേന്ദ്ര ഭരണകൂടത്തിനോ അതിൻ്റെ കുഴലൂത്തുകാർക്കോ ഈ കേരളത്തിൽ കഴിഞ്ഞില്ല എന്ന് അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്ന ഒരവസരം തന്നെയാണ്. അതുമാത്രമല്ല, ഓക്കിയും നിപ്പയും 2018-ലെയും 19-ലെയും മഹാപ്രളയങ്ങളും കോവിഡും കൊക്കയാറും ഇങ്ങനെ തുടങ്ങുന്ന ദുരന്തങ്ങളിൽ ചൂരൽമലയിൽ എത്തി നിൽക്കുന്നത് വരെ നിരവധികളായിട്ടുള്ള ദുരന്തങ്ങളുടെ പെരുമഴ കേരളത്തിന്റെ തലയ്ക്കുമീതെ നിന്നു പെയ്തിട്ടും 3.5 കോടി മലയാളിയിൽ ഒരാളെപ്പോലും ഒരു ദുരന്തത്തിനും വിട്ടുകൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ച് അവനെ ഹൃദയത്തോട് ചേർത്തു പിടിച്ച് എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നോട്ടു പോയ ഇന്ത്യയിലെ ഗവൺമെന്റിനുള്ള പേരാണ് പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്ന് അഭിമാനത്തോടെ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിശദമായി നിങ്ങളോട് സംസാരിക്കും.